ഹലോ ഫ്രണ്ട്സ്, ഇന്ന് രാവിലെയാണ് കോട്ടയത്ത് ഭയങ്കരമായിട്ട് നാടിനെ തന്നെ നടുക്കിയ ഒരു ന്യൂസ് വന്നത്. ദമ്പതികൾ മരിച്ച നിലയിൽ വീട്ടിനകത്ത് കണ്ടെത്തി എന്നുള്ളൊരു കാര്യം. വിജയകുമാറും ഭാര്യയും മീരയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അതും ക്രൂരമായിട്ടുള്ള രീതിയിലായിരുന്നു മരിച്ചു കടന്നത്. ആരാണിത് ചെയ്തതെന്നുള്ളൊരു കാര്യമായിരുന്നു എല്ലാവർക്കും ഉള്ള മെയിനായിട്ടുള്ള ഡൗട്ട്. അവിടെ ജോലി ചെയ്ത ആ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ അവർ രാവിലെ ജോലി ചെയ്യാൻ വേണ്ടി വന്ന സമയത്താണ് ഇവരെ ഇങ്ങനെ കണ്ടത്. അതും ക്രൂരമായിട്ടുള്ള രീതിയിൽ മുഖം മൊത്തം ചതഞ്ഞിരുന്നു. ഇതുകൊണ്ട് തന്നെ ആരാണ് ചെയ്തതെന്ന് ഡൗട്ടുണ്ടായിരുന്നു. CCTV ചെക്ക് ചെയ്ത സമയത്ത് അതിൽ നിന്നൊന്നും കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. വിജയകുമാറൊക്കെ ആണെങ്കിൽ ഒരു ബിസിനസ്സൊക്കെ നടത്തുന്ന ഭയങ്കരമായിട്ട് സാമ്പത്തികമായിട്ട് മുമ്പോട്ട് നിൽക്കുന്ന വ്യക്തികളാണ് ഈ ഒരു വിജയകുമാറും മീരയൊക്കെ. അപ്പം അത്രയും വലിയൊരു വീട്ടിൽ കയറി ഇനി മോഷണത്തിനാണോ എന്ന് നോക്കിയപ്പോൾ മോഷണമായിട്ടൊന്നും തന്നെ നടന്നതായിട്ട് ഒന്നുമില്ല. പക്ഷേ ഇവരോട് ഭയങ്കരമായിട്ട് വൈരാഗ്യമുള്ള ആരോ ചെയ്തതാണെന്ന് തന്നെ മനസ്സിലാവും. കാരണം അത്രമാത്രം ഭയങ്കരമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു രണ്ടുപേരെ. അതുപോലെ തന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം, എല്ലാവരും ഡൗട്ട് പറഞ്ഞു, ആ നാട്ടുകാരെല്ലാം ഡൗട്ട് പറഞ്ഞു. ഇവരെ വീട്ടിൽ തന്നെ ഒരു ആസാം സ്വദേശി ജോലിക്ക് പോകണ്ടായിരുന്നു. ആ പുള്ളിക്കാരൻ്റെ പേര് അമിത് എന്നാണ്. അവനെ ഉണ്ടെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടെങ്കിൽ ഇതേ കണക്ക് ഇവരെ വീട്ടിൽ വെച്ച് തന്നെ ഇവരെ ഫോണൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു ഓൺലൈൻ പറ്റിയിലൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് പോലീസ് പിടിക്കുക, അങ്ങനെ ഇവർ പിടിച്ചുപിടിയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഇവനുണ്ടെങ്കിൽ ഇവരെ കാണാൻ വരിക, അവിടെ വെച്ച് ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. ഇനി അവനാണോ എന്നുള്ളൊരു കാര്യത്തിൽ പോലീസ് അവനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും അവനാണ് കൂടുതൽ ചാൻസ്. കാരണം എന്ന് പറയുമ്പോഴത്തേനും ആ ഒരു വീടിനെ പറ്റി നല്ല രീതിയിൽ അറിയാൻ സാധിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അവിടെ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരിക്കണം. അപ്പോഴത്തേനും അത്രയും എങ്കിൽ മാത്രമേ ഈ ഒരു CCTV ഒക്കെ എന്താ പറയുക അതിൻ്റെ ഹാർഡ് ഡിസ്കൊക്കെ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ അത്രയ്ക്ക് പരിചയമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ എന്നാണ് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വൈരാഗ്യം വേണം. അല്ലാതെ മോഷണത്തിന് വന്നവരാണെങ്കിൽ പണമൊക്കെ എടുത്തുകൊണ്ട് പോകാൻ, ഇത് ജസ്റ്റ് ഇവരെ അത്ര ക്രൂരമായിട്ട് ഉപദ്രവിക്കാൻ വേണ്ടി വന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇവനാവാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും പോലീസ് അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു വിജയകുമാർ ഭാര്യ മീരയെ പറ്റി കുടുംബത്തിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന സമയത്താണ് ഈ ഒരു വിജയകുമാറിൻ്റെ മീരയുടെ മകനുണ്ടെങ്കിൽ കുറച്ച് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എന്ത് ചെയ്യുന്നത്, ഒരു ആത്മഹത്യ ചെയ്യുന്നത്. ആ സമയത്ത് ഈ ഒരു വിജയകുമാർ ഒരു കേസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആത്മഹത്യയല്ല, കൊലപാതകമാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴത്തേനുണ്ടെങ്കിൽ ഇത് അതിൻ്റെ തുടർച്ചയാണോ എന്നുള്ളൊരു കാര്യത്തിലും കുറേയധികം പേർക്കുണ്ട്. അത് മീഡിയാസിലൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇതേ കണക്ക് മോൻ മരിച്ച സമയത്തും ഈ ഒരു അച്ഛനുണ്ടെങ്കിൽ ഇതേ കണക്ക് CBI ഒക്കെ അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ ആരെങ്കിലും ആണോ ആ ഒരു മകൻ ഇനി ആത്മഹത്യ ചെയ്തതല്ലേ എന്നുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വന്നിട്ടുണ്ട്. ഇനി ആ ഒരു ഭാഗമായിട്ടാണോ ആരെങ്കിലും ഇത് ചെയ്തിട്ടുള്ളതെന്നും ഡൗട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇപ്പം മെയിനായിട്ടുള്ള ഡൗട്ട് അവർ അമിത് എന്ന് പറഞ്ഞ ഒരു ആസാം സ്വദേശിയിലാണ്. പുള്ളിക്കാരനാണ് അവിടെ നല്ല രീതിയിൽ അറിയാൻ സാധിക്കുന്ന ഒരു വ്യക്തി. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു വ്യക്തിയുടെ ഡൗട്ടിലാണ് നിൽക്കുന്നത്. എന്തായാലും ഫുള്ളായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതിനെപ്പറ്റി ഫുള്ളായിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് ഇനി ഓരോ ദിവസം വരത്തേ ഉള്ളൂ. അങ്ങനെ വരുവാണെങ്കിൽ നമ്മുടെ ചാനലിൽ ഉറപ്പായിട്ട് ആ വീഡിയോസിൻ്റെ അപ്ഡേറ്റ് ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് അത് അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക മറക്കാതെ. സോ എന്നിരുന്നാലും ശരി, ഇതുവരെ കിട്ടിയുള്ള ഈ ഒരു അപ്ഡേറ്റും കാര്യങ്ങൾ പ്രകാരം ഇതാണ് അറിഞ്ഞിട്ടുള്ളത്. എന്നാലും ആ ഒരു വീട്ടിലെ മുൻ ജോലിക്കാരനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവനെ പോലീസൊക്കെ ചോദ്യം ചെയ്തുകൊണ്ടും ഇരിക്കുകയാണ്. സോ ബാക്കിയുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് വരുമ്പോൾ ഉറപ്പായിട്ട് ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഓക്കെ, ബൈ.